ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കോളേജ് വ്ളോഗായിട്ടല്ല വന്നത്. ഇന്ന് ഞങ്ങളുടെ പാടവും കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഇതെൻ്റെ ഉമ്മാൻ്റെ വീടാണ് കേട്ടോ. ഇവിടെ ഉപ്പപ്പയാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ആൾക്ക് മികച്ച കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയതാണ്. ഉപ്പക്കൊരു 2.5 ഏക്കർ സ്ഥലത്ത് ഉപ്പ കൃഷി ചെയ്യുന്നുണ്ട്. മെയിൻലി അടക്കയാണ് ചെയ്യുന്നത്. അല്ലാതെ നെല്ലുണ്ട്, വാഴയുണ്ട്, തെങ്ങുണ്ട്, പിന്നെ കപ്പയുണ്ട്. അടക്ക പറിച്ചതിന് ശേഷം ഇങ്ങനെ ഉണക്കാനിടും പാറമ്മൽ, അതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഈ റെയിൽപാളം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലം തുടങ്ങുന്നത്. അപ്പോൾ ഇത് മുറിച്ച് കിടക്കണം. അപ്പോൾ നമ്മളെ സ്ഥലം തുടങ്ങുന്നിടത്ത് ആദ്യം തന്നെ കാണുന്നത് റബ്ബറാണ്. ഈ റബ്ബർ വെക്കുന്നതിന് മുന്നേ ഇവിടെ കശുവണ്ടി ആയിരുന്നു കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്ത് ഇവിടെ കശുവണ്ടിയും മാവും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലൊരു മെമ്മറി ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മൾ സമ്മർ വെക്കേഷൻ ഉണ്ടാവില്ല, സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ് വരിക, ഉമ്മാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ബക്കറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ കശുവണ്ടി പെറുക്കുന്ന ആൾക്ക് പൈസ കിട്ടും. അങ്ങനെ ഞങ്ങൾ മത്സരിച്ച് പെറുക്കിക്കൊണ്ടിരുന്നു. എൻ്റെ അനിയത്തിൻ്റെയൊക്കെ സമയമായപ്പോൾ ഇവിടെ റബ്ബർ വെച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ കശുവണ്ടി പെറുക്കി കഴിഞ്ഞിട്ട് നമ്മളിത് ചുടും. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും. പിന്നെ അതുപോലെ മാങ്ങയൊക്കെ ചാക്കിലാണ് പെറുക്കിക്കൊണ്ട് പോയിരുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒരു തോടുണ്ട്, തോടിലേക്കാണ് ഇറങ്ങുന്നത്. ഇതാണ് തോട്. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല. ഈ തോട് മുറിച്ച് കടന്നിട്ട് അപ്പുറത്ത് കാണുന്നതാണ് നമ്മളെ പാടം. കാണാനൊരു ഭംഗിയൊന്നും ഇല്ലെങ്കിലും റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ വാഴക്കൃഷി തുടങ്ങുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ കപ്പ നട്ടിട്ടുണ്ട്. മലപ്പുറത്തൊക്കെ പൂള എന്നാണ് പറയുക. അപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് പൂള എന്ന് പറഞ്ഞപ്പോൾ മെസ്സിൽ ചേച്ചി പറഞ്ഞു പൂള എന്ന് പറയരുതെന്ന്, കപ്പ എന്ന് തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞ്. ഇതിൻ്റെ സൈഡിൽ കാണുന്ന നെറ്റ് എന്തിനാന്ന് വെച്ചാൽ പന്നി ശല്യം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പന്നികൾ കയറില്ല എന്നൊക്കെയാണ്. പക്ഷെ അവരെടുത്ത് എടുത്ത് ചാടി കയറാറൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ എൻ്റെ ഉമ്മൂമ്മാൻ്റെ പഴയ സാരി വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇത് വല ആക്കിയത്. ഇത് അടുത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഇത്രയും വലിപ്പം കണ്ണിയുള്ള വലയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഏരിയയിൽ മുഴുവൻ മയിലുകൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് എന്തോ കാണുന്നില്ല. ഇത് കവുങ്ങിൻ്റെ തൈകളാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ചു കാലമായിട്ടേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് കാട്ടുചേനപ്പൂവാണ്. റയർ സാധനമാണ്, അങ്ങനെ എപ്പോഴൊന്നും കാണാൻ കിട്ടില്ല. ഈ പണിക്കാരെ പോലെ തോന്നിക്കുന്ന 2 ആൾക്കാർ എൻ്റെ ഉമ്മയും മൂത്തമ്മയാണ് കേട്ടോ. ഇവിടെ കപ്പ നട്ടയിൽ ചാനലുണ്ട് ഇടയിൽ കൂടെ. അതിൽ വെള്ളമുണ്ട്. കാരണം ഇത് കുളത്തിൻ്റെ അടുത്താണ്. അപ്പോൾ മോട്ടർ ഇട്ടിട്ട് വെള്ളം അടിക്കാൻ സുഖമാണ്. ഇതാണ് മോട്ടർ പുര. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വലിയ കുളമുണ്ട്. ഒരു കിണറിൻ്റെ ഒക്കെ സൈസ് ഉണ്ട് ആ കുളത്തിന്. ഇതിന്ന് മോട്ടർ ഇട്ടിട്ടാണ് നമ്മൾ ഇത് മൊത്തം നനയ്ക്കുന്നത്. ഇവിടെ ഒരു 2 കുളവും പിന്നെ ഈ തോടിൻ്റെ 2 സൈഡും ഉണ്ട്. അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇതുവരെ. ഇതാണ് നമ്മുടെ മെയിൻ ഫീൽഡ്. ഇവിടെ നിന്നാണ് അടക്കയൊക്കെ പറിച്ച് വെച്ച് കണ്ടില്ലേ ഫസ്റ്റ്, അത് ഇവിടുത്തെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കൃഷി ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ BSc അഗ്രികൾച്ചർ റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.